ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. നമ്മൾ എങ്ങോട്ടാ പോണത്? കൂർഗ്. ബൈ ഗായ്സ്. അപ്പോൾ ഗൈസ് സെക്കൻഡത്തെ ദിവസം കൂർഗിലായിരുന്നു. കൂർഗിൽ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ടെമ്പിൾ പോയി. പിന്നെ കൂർഗിൽ ഏറ്റവും അടിപൊളി അവിടുത്തെ DJ ആയിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കൂർഗിൽ കാര്യമായിട്ട് ഷോപ്പിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ കൂർഗിൽ ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോകണം കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്കാണ് ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയും പിന്നെ എന്നത്തെയും പോലെ തന്നെ പൂരി പുട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. വ്ളോഗാണ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് ഗൈസ്. അനിത ഉണ്ട്, കാവ്യ, ഈശ്വരി എല്ലാവരും ഉണ്ട് ഗൈസ്. കൂടുതൽ അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ചായ കുടിക്കാൻ പോയാലും എങ്ങോട്ട് പോയാലും ഫുൾ ടൈം ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ആട്ടക്കൊക്കെ അവിടെ സോങ് വെച്ചുകൊള്ളു, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ എല്ലാവരും ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കണതും ഡാൻസ് കളിക്കണമൊക്കെ ആണ് ഇപ്പോൾ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബസ് കയറിയിട്ട് ഞങ്ങൾ മാമിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ സോങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡെഡിക്കേഷൻ സോങ് ഒക്കെ കഴിഞ്ഞപ്പോൾ മാം പറയാണ് മാമിനൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. കാരണം മാം ഒരു തമിഴ് മാമാണ് കേട്ടോ, അതുകൊണ്ടാണ് മാമിനൊന്നും മനസ്സിലാവാത്തത്. ഫസ്റ്റ് പോണ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തോ ഒരു ടെമ്പിളൊക്കെ ആയിരുന്നു കേട്ടോ, ഒരു ഗോൾഡൻ ടെമ്പിളോ അങ്ങനെ എന്തോ ആയിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ ബുദ്ധിസ്റ്റ് അങ്ങനത്തെ കുറേ ആൾക്കാരെയും അങ്ങനെ ഓല ശില്പങ്ങളും ഫോട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഓരോ ശില്പങ്ങളും സ്വർണ്ണ കളർ കൊണ്ടുള്ള ഓരോ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലാണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര വെയിലായിരുന്നു. ഗൈസ് ഞങ്ങളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിക്കാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ, അങ്ങനെ വലിയ കുഴപ്പമില്ല. സൗണ്ടൊക്കെ പോയി ഗൈസ് എല്ലാവരുടെയും. ഗൈസ് പിന്നെ ഇതാണ് അതിൻ്റെ ഉള്ളത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതെന്തൊക്കെയേ നമുക്കൊന്നും മനസ്സിലാവില്ല, ആ രീതിയിലുള്ള എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കാണാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അത് കുറേ നടക്കാണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടിയും സൈഡിൽ കൂടിയും ബാക്കിൽ കൂടെ ഒക്കെ നടക്കാണ്ടിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഫോണിൽ ചാർജ് ഇല്ല എന്നുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചു, പക്ഷെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാവുന്ന എടുക്കാൻ ലാസ്റ്റ് ആയിട്ട് പിന്നെ ഞങ്ങളൊരു ഷോപ്പിങ്ങിനെ വന്നിരുന്നു. അവിടെ പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ല ഭംഗിയുള്ള ബാഗും ചെരുപ്പും കമ്മലും അങ്ങനെ കുറേ ഗേൾസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ എല്ലായിടത്തും കയറി ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു, എവിടുന്ന് വാങ്ങും അതുകൊണ്ട് പിന്നെ ഒന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കാട്ടിലാണ് എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ എലിഫന്റ് ക്യാമ്പ് ഒക്കെ പോവാണ്. എലിഫന്റ് ക്യാമ്പാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതപ്പോ പറയണത്. പക്ഷെ സൈഡിൽ കൂടെ ആരെയും ഒന്നും കാണാനില്ല. ആന പോയിട്ട് ഒരു കുരങ്ങൻ പോലും ഇല്ലല്ലേ, ഒരു കാക്ക പോലും ഇല്ല ഇവിടെ. ഉണ്ട്. പിന്നെ എല്ലായിടത്തും പോയാലും സംഭവിക്കണ പോലെ തന്നെ അവിടുന്ന് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം ഒന്നും എടുക്കാൻ പറ്റില്ല, ആരും ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഗായ്സ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മലയുടെ മേലേക്കായിരുന്നു, പക്ഷെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ലാസ്റ്റ് ഓടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് കേട്ടോ കാണുക. അവിടെ പിന്നെ 1-2 ആനയൊക്കെ കണ്ടു തോന്നുന്നു. പക്ഷെ ആന വന്ന് നിൽക്കണമെന്നല്ല, ഓല പാവം ചെങ്ങല കെട്ടി നിൽക്കണമായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്ന ഈ ഒരു വ്യൂ ആയിരുന്നു, അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ DJ ആയിരുന്നു, അത് പിന്നെ ഒരേ പൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതും എനിക്ക് നേരം പോലെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല, അപ്പോഴും എൻ്റെ ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കുറേ നേരത്തെ DJക്ക് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ ആയിരുന്നു കേട്ടോ, അതും നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. അവിടെ പിന്നെ ക്യാൻഡിൽ നൈറ്റ് ഡിന്നറൊക്കെ ആയിരുന്നു. ചിക്കൻ നൂഡിൽസ്, പൊറാട്ട, നെയ്ച്ചോറ്, ചിക്കൻ ചില്ലി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് ബസ്സിൽ വരാൻ നേരത്തെ അവിടെ നിന്ന് ഒരു കുൽഫിയും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് കിടക്കാൻ നേരത്ത് ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ, ബായ്.